Cristo Rey, que viva Cristo Rey. സർവശക്തനായ ദൈവത്തിന്റെ കൃപയിലും കാരുണ്യത്തിലും ആശ്രയിച്ച് ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലതുപക്ഷ നേതാവും പ്രമുഖ അഭിഭാഷകനുമായ ആബിലാർഡോ ഡി ലാ എസ്പ്രിയല്ല കൊളംബിയയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റു. ഓഗസ്റ്റ് 7-ന് സാന്റിയാഗോ ഡി കാലി സർവകലാശാലയിലെ അറീന USC ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് അദ്ദേഹം അധികാരമേറ്റെടുത്തത്. ദൈവത്തോടുള്ള നന്ദിയും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസവും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം ക്രിസ്തീയ ലോകത്തിന് വലിയ ആവേശവും പ്രത്യാശയുമാണ് നൽകുന്നത്. കൊളംബിയൻ ജനതയ്ക്കുമേൽ ദൈവം ചൊരിഞ്ഞ അളവറ്റ അനുഗ്രഹങ്ങൾക്കും കാരുണ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത്. ദൈവിക പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ നയങ്ങളിലൂടെ രാജ്യത്തെ പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം കുടുംബമൂല്യങ്ങൾ, അച്ചടക്കം, നിയമത്തോടുള്ള ആദരവ്, രാജ്യസ്നേഹം, ദൈവവിശ്വാസം എന്നിവ വീണ്ടെടുക്കുവാൻ സാംസ്കാരികവും ആത്മീയവുമായ പോരാട്ടത്തിന് സർക്കാർ നേതൃത്വം നൽകുമെന്നും വ്യക്തമാക്കി. തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് കുടുംബത്തിന് നന്ദി പറഞ്ഞ ശേഷം ദൈവം തന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്നും നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കട്ടെ എന്നും പുതിയ പ്രസിഡന്റ് പ്രാർത്ഥിച്ചു. എല്ലാം മാതൃരാജ്യത്തിനു വേണ്ടിയാണ്. സഹോദരിമാരെ, അനുജന്മാരെ, എല്ലാം മാതൃരാജ്യത്തിനു വേണ്ടി. അതില്ലാതെ ഒന്നുമില്ല. മാതൃരാജ്യത്തിനായി ഉറച്ചു നിൽക്കൂ എന്നും അദ്ദേഹം വികാരഭരിതനായി ആഹ്വാനം ചെയ്തു. ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. മുൻ ഇടതുപക്ഷ നേതാവ് ഗുസ്താവോ പെഡ്രോയ്ക്ക് പകരക്കാരനായാണ് 48-കാരനായ അബലാർഡോ ഡി ലാ എസ്പ്രിയ രാജ്യത്തിന്റെ അമരത്തെത്തുന്നത്. ദൈവിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ പുതിയ ഭരണമാറ്റം കൊളംബിയയിൽ സമാധാനവും ധാർമ്മിക പുനരുദ്ധാനവും കൊണ്ടുവരുമെന്ന പ്രത്യാശയിലാണ് വിശ്വാസലോകം.